ഞാനൊരു ചായ കുടിക്കാൻ പോയി. നമ്മൾ താമസിച്ചേ ഇല്ലേ, ഒരുമിച്ച് പോകായിരുന്നു. ഈ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കണം, അതിനാ ഞാൻ പറഞ്ഞു. വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിനെന്താ, പേരും ജന്മത്തീയതിയും പറഞ്ഞാൽ മതി, രജിസ്റ്ററിൽ എഴുതി ചേർത്തോളാം. ആ രജിസ്റ്റർ എടുക്കും. പേരെന്താ എഴുതണ്ടേ? AP കുഞ്ഞാലി. ജന്മത്തീയതി 1974 ജനുവരി 26. തീയതി മറക്കൂല, റിപ്പബ്ലിക് ഡേ അല്ലേ. അല്ലെങ്കിലും മറക്കാൻ വിഷമ. ഇനി അടുത്ത ആളുടെ പേര് എഴുതിക്കോ. AP പൂക്കുഞ്ഞി BV. ജനനത്തീയതി മുമ്പ് പറഞ്ഞ തന്നെ. ഇരട്ട പറ്റതാ. മാഷിന് ഇക്കാര്യൊന്നും അറിയില്ലേ? ഇതാ അടിമ കിടന്ന പെണ്ണിന്റെ കുട്ടിയല്ലേ? ഓളെപ്പോഴേ പോയി. ഓനെ തങ്ങൾ മതമാരിച്ചേ ശരിയായില്ലെന്ന് ഒരു കൂട്ടർ ഇപ്പോഴും പറയുന്നുണ്ട്. കുറ്റം പറയുന്നവരെയൊന്നും ഞാനവിടെ ഇപ്പം കണ്ടില്ല. ഓന് മുല കൊടുക്കാൻ ഒരുത്തിയേയും ആടെ ഞാൻ കണ്ടുമില്ല. ഹിന്ദുവായിട്ട് എനിക്ക് ഓനെ ഇറക്കൽ വളർത്താൻ ഒക്കുമോ? എൻ്റെ ബീവി ഓന് മുല കൊടുക്കുമോ? ഓളോട് എനിക്കൊരു സമാനം പറയണ്ടേ? ചിലരൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. പറയുന്നവർക്ക് എന്താ, ഇപ്പോൾ അവനൊരു ബാപ്പയുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞ ഇറക്കലെ കാര്യങ്ങൾ നോക്കിയെടുത്തേണ്ടത് ഓനാ. രക്ഷകർത്താവിൻ്റെ പേര് രണ്ടാൾക്കും ഒന്ന് തന്നെ മതിയല്ലോ. എൻ്റെ പേര് മതി രണ്ടാക്കും. ഇനിയൊക്കെ ഞാൻ എഴുതിക്കോളാം, തങ്ങൾ ഇരിക്കണമെന്നില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇവരുടെ പേരിലൊരു ശ്രദ്ധ വേണം. ഓ, വെറുതെ സമയം മെനക്കെടുത്താനല്ല ഞാനിവരെ മാഷെ ഏൽപ്പിക്കുന്നു. ആയിക്കോട്ടെ. മതി. ഇതും കൂടി വേണ്ട. പോയി വാ കഴുകി പാത്തിയിട്ട് വാ, എന്നിട്ട് കിടന്നോ. രാവിലെ സ്കൂളിൽ പോണ്ടേ? പേടി വന്നു. ഉപ്പ പറഞ്ഞു നിലാവത്തിറങ്ങിയ ബീക്കുട്ടി ജിന്ന് പിടിക്കുമെന്ന്. മോന് ബീക്കുട്ടി ഇഷ്ടാണോ? പെരുത്തിഷ്ട. ഉപ്പ പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ബീക്കുട്ടി ആരും പിടിക്കൂല. ഓനിപ്പോ ഉറങ്ങിക്കോ. അല്ലാ, കിണുങ്ങാതെ അവിടെ കിടന്ന് ഉറങ്ങ വേണ്ട. മോളെന്തിനാ കരയുന്ന? കിനാവ് കണ്ടിട്ട്. ഈ കുട്ടി എന്ത് കിനാവ് കണ്ടത്? ഒരു ജിന്നിന് നേർക്ക് പറഞ്ഞ പോലെ. നില ഉള്ളപ്പോൾ ജിന്നിറങ്ങുന്നല്ലേ ഉപ്പ പറഞ്ഞേ? ഇന്ന് നിലാവുണ്ടല്ലോ, വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടതാ. കുഞ്ഞാളി ഇങ്ങോട്ടാണല്ലോ. അപ്പൊ ഇങ്ങളാ കുട്ടികളെ പേടിപ്പിക്കുന്ന കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ലേ? പാത്തുവിന്റെ വിദ്യ ഇതൊക്കെയെന്നാ ഞാൻ വിചാരിച്ചേ. മോള് പേടിക്കണ്ട, ഉമ്മാന്റെ കൂടെ അല്ലേ. എനക്കൊരു കഥ പറഞ്ഞ ആ രാജുമാരുടെയും ജിന്നിന്റെയും. നാളെ സ്കൂളിൽ പോണ്ടതാ, വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലേ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും കേട്ടോ, പറഞ്ഞേക്കാം. ഉപ്പ നാളെ പറഞ്ഞുതരാം. ഈ കുട്ടി ഇപ്പൊ കിടന്നോറ, അല്ലെ ഉമ്മ ചീത്ത പറയും. പള്ളിക്കണ്ടിലെ വെള്ളം നീ കുടിക്കില്ലേ? ദാഹിച്ചാലും കൂടി കുടിക്കരുത്. എന്താ? ആ വെള്ളത്തില് പള്ളിപ്പറമ്പിലെ മൈത്തോളം നെയ്യുണ്ടെന്നാ എറുമുള്ള എനിക്ക് പറഞ്ഞ. നീ ആ വെള്ളം കുടിക്കരുതേ. എന്റെ അല്ലോ. ബീക്കുട്ടി ഇങ്ങ് എത്തിയ ഇന്നും താമസിച്ചു. ഏടെ കളിച്ചു കിടക്ക പൈക്കുന്നില്ലേ? ബേഞ്ചെന്ന് പള്ളയിൽ എന്തെങ്കിലും തരാക്ക്. ആ
ഏത് ക്ലാസ്സിലായി? ഇക്കൊല്ലം 5ലേക്കായി. നല്ല ഓർമ്മയുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിന് നങ്ങ്യാറൂത്ത് നടക്കുമ്പോഴാ തങ്ങൾ എൻ്റെ അടുത്ത് ബീവിക്ക് എന്തോ പന്തിയല്ല എന്ന് പറയുന്നത്. ഭാഗ്യത്തിനാടൊരു വണ്ടി ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. അതെങ്ങനെ മറക്കാനാ, വലിയ ഉപകാരമായില്ലേ. അന്ന് കൂത്ത് കണ്ടോണ്ടിരുന്നപ്പോൾ തങ്ങളൊരു തമാശ പറഞ്ഞു. ബീവിയുടെ വയറ്റിൽ കിടക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നങ്ങ്യാറൂത്ത് പഠിപ്പിക്കണമെന്ന്. ഓർമ്മയുണ്ടോ ആവോ? ഓർമ്മയൊന്നും പോയിട്ടില്ല. പഠിപ്പിക്കാൻ ആളുണ്ടെ കൊണ്ടുപോവാ. ഈടെ തടസ്സമൊന്നുമില്ല. തങ്ങൾക്കത്ര മോഹ? ഞാനൊന്ന് നോക്കട്ടെ. പള്ളിക്കിണറ്റിലെ വെള്ളം കുടിക്കരുതേ, അതില് മയ്യത്തിന്റെ നെയ്യുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? കുഞ്ഞാലിയുടെ അരമുള്ളാനിക്ക് പറഞ്ഞതാ. ഓൻ പറയുന്നത് നുണകേപ്പിക്കാനാണോ നീ എന്നെ ഉണർത്തിയേ? ആ ചെയ്താന്റെ കാലിയുടെ കുത്തിയ പിന്നെ എന്റെ ഉറക്കവും പോയല്ലോ തമ്പുരാനെ. നാളെ മുതൽ സ്കൂളിൽ വിട്ടാൽ കളിച്ചുകൊണ്ട് കിടക്കാതെ നേരത്തെ എങ്കിൽ പോര്. കൂത്ത് പഠിപ്പിക്കാൻ സാറത്തി വരും. എന്നെയോ? ആ നിന്നെ തന്നെ. കാഫറുകളുടെ കൂത്തറിയാത്ത കുറവ് വേണ്ട. ഉമ്മ എന്നെ കരിയിപ്പിക്കാൻ പറയുന്ന ബി കുട്ടി ഇപ്പം കിടന്നുറങ്ങും. ആദ്യം കൈകെട്ട്. അങ്ങനെയല്ല, നല്ല വൃത്തിയായിട്ട് നിവർന്നിരുന്ന് പുരിക മുകളിലോട്ടും താഴോട്ടും ഇതുപോലെ. കണ്ണ് നല്ല മിഴിച്ചു വെക്കണം. ഇതുപോലെ. താടി ഒതുക്കി. ഇനി കൈസാധകം ചെയ്യാം. ഇവിടെ താഴ്ത്തിയിട്ട് മുട്ടുയർത്തി പിടിക്കണം. നിവർന്നിരുന്ന്. ഇനി അങ്ങനെയല്ല, താഴെയും മുകളിലും. നേരെ നോക്കിയിരുന്ന്. പിന്നെയും നനഞ്ഞു. ഇങ്ങനെ മയത്ത് നടന്ന പനി പിടിക്കും കേട്ടോ, പറഞ്ഞേക്കാം. അതിരുമാനിക്കുന്ന സ്കൂളിലേക്ക് വന്നില്ല. ഉസ്താദാ ബിക്കുട്ടീനെ കൊണ്ടുവന്ന്. ഓരിപ്പോഴും എത്തിയില്ല. ഞാനിട്ട് ഓട്ടോ ഓടി. കഷ്ടം കഷ്ടം. പള്ളിയിലൊന്നും ഇല്ലല്ലോ. വിശന്ന് കൂറ കുത്തി ഇരിക്കുമായിരിക്കും. പൈക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നാളെ ഒത്തുപള്ളി കഴിക്കാത്ത ദിവസാ. ഉസ്താദിന് പൈസ കൊടുക്കണം. അതിന് എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ബീക്കുട്ടിക്കും വേണ്ടേ? ഉപ്പാനോട് ചോദിക്ക്. നീ ഇവിടെ നിൽക്ക്. ഇന്ന് കൂത്ത് പഠിപ്പിക്കാൻ സാറത്തി വന്നില്ലേ? ഇല്ല, വരാനാവുന്നേ ഉള്ളൂ. ആ പിന്നെന്താ? നാളെ കഴിക്കേത്ത ദിവസാ. ഉസ്താദിന് പൈസ കൊടുക്കണം. ആ നാളെ പൈസ കൊടുക്കണ്ടേ? ഇത്രയും പൈസ കൊടുക്കണ വേറെ കുട്ടികളുണ്ടാ? ബി കുട്ടിയാട്ടെ ഫസ്റ്റ്. അതിനിപ്പൊക്കെയോ? ഇനി എന്താ? കുഞ്ഞാലിന്റെയും കൂടി. ഈ അവൻ്റെ കണക്കപ്പിള്ള. ഓന് വേണേ ഓൻ വരട്ടെ. കുഞ്ഞാലി ബേബാ. കൂട്ടുകമ്പനിയാ? എനിക്കിത്ര വേണ്ടേ? അറക്കലെ നാളത്തെ അവകാശമല്ലേ. ഈ മോശാണ്ട. നീ എന്താ പട്നിയാ? അമർത്ത തിരുമടി. നോക്കുമ്മ, കൈക്കേത്തിന് ഉസ്താദിന് കൊടുക്കാനാ. ഏടുന്നാടി നിനക്ക് ഇത്രയും പൈസ കിട്ടിയേ? ഉപ്പാടെ മേശന്ന് കട്ടതാ? ഉപ്പാന്നതാ അല്ലേ? കുഞ്ഞാലോട് ചോദിച്ചോക്ക്. പാടാ ഇവിടെ. നിനക്കെത്ര കിട്ടി? കൈ തുറക്കടാ. നിനക്കും 10 രൂപയോ? ഈടെന്താ പൈസ മരത്തിലുണ്ടാവുക? എന്താടി അവസ്ഥ നോക്കിയിരിക്കണേ? പോയിരുന്നു പിടിക്കും.
മോൻ കരയണ്ട. ഉസ്താദിന് കൊടുക്കാനുള്ള പൈസ ഞാൻ തരാം. നേരം വെളുക്കട്ടെ. മോനെ, നീ വലിയ വീട്ടില് ചെറിയ കുഞ്ഞായി പോയില്ലേ? ചൂട് കുറെ കുറഞ്ഞിട്ടുണ്ട്. പേടിച്ചിട്ടായിരിക്കും. അടുക്കളയത്തെ കാര്യം അമ്മാന്താക്കണ്ട. കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം. അറക്കലമ്പലത്തിൽ ഉത്സവം കാണാൻ പോവും. കൊട്ടകയിലെ സിനിമ നല്ലതാന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോവും. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ യാത്ര. അതിനപ്പുറത്തൊന്നും ഞാൻ പോയിട്ടില്ല. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. അതല്ലേ ഇക്കണ്ട നാളൊക്കെ കാണാൻ പറ്റണേ. ബീവിക്ക് എങ്ങനെ തോന്നുന്നതാ? പരിപാടി കിട്ടുന്നതൊക്കെ വല്ലപ്പോഴുവാ. കിട്ടിയാൽ തന്നെ ദക്ഷിണ കൊടുക്കുന്നത് പോലെ അല്ലയോ കൂലി തരുന്നത്. പിന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റുകയില്ല. പൊട്ടുകാരും വരണം. ബസ് കാത്തു നിന്ന് കഷ്ടപ്പെടുമ്പോൾ വേണ്ടായിരുന്നെന്ന് തോന്നും. ആളുകളുടെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോഴത്തെ രസം ഓർത്താ പോണേ. ഞാനും അറക്കലമ്പലത്തിൽ വെച്ച് ഒരു തവണ കണ്ടിട്ടുണ്ട്. ഒന്നും തിരിഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ സമയം എടുത്തിരിക്കുകയായിരുന്നു. ഞാനില്ലെന്ന് തങ്ങളോട് പറഞ്ഞതാ. ഈടാദ്യമായിട്ടാന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതാ. എന്നിട്ടെന്ത് പറ്റി? പരിപാടിക്കിടയിൽ എനിക്ക് നൊമ്പലം തുടങ്ങി. ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും പറ്റണില്ല. ഇവളാണെ വയറ്റിക്കിടന്ന് എരിപൊരി സഞ്ചാരം. നിനക്കിപ്പോൾ ചിരിക്കാം. ഞാൻ അനുഭവിച്ച വേദന വല്ലതും പറയാനൊക്കുവോ? ഈ കൊട്ടിൻ്റെ ബഹളത്തിൽ തങ്ങളോടൊന്നും പറയാനും പറ്റുന്നില്ല. തങ്ങളാണെങ്കിൽ കളി കാണുന്ന തിരക്കിലും. ഏതായാലും കൂടുതൽ വേദന തിന്നില്ല. ആസ്പത്രിയിലെത്തിയതും കാര്യം കഴിഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്കായി ബീക്കുട്ടിയെ കളി പഠിപ്പിക്കുന്നത് തങ്ങൾക്കായിരുന്നു വാശി. ഞാനെതിർത്തതാ. ഇഷ്ടമല്ലഞ്ഞിട്ടല്ല, തങ്ങളുടെ രീതിയൊന്നും നമ്മുടെ കൂട്ടർക്ക് പിടിക്കുന്നില്ല. എതിർപ്പ് കൂട്ടണ്ടെന്ന് കരുതി ഇതൊന്നും പഠിപ്പിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പഠിപ്പിക്കണോണ്ടല്ല, ബീക്കുട്ടി ശ്രമിച്ചാൽ നന്നാവും. മുദ്രയൊക്കെ വേഗം പഠിക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ തുടങ്ങട്ടെ. വരൂ കുട്ടി. സാറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞ് ബീക്കുട്ടിയുടെ ഉപ്പ ഏൽപ്പിച്ചതാ. ഇപ്പൊ തന്നില്ലെങ്കിൽ ഞാൻ മറക്കും. ഈ കുട്ടി എവിടെ പോയി കിടക്കുക? എനിക്ക് രാവിലെ പ്രാക്ടിക്കൽ ഉള്ളതാ. വരുന്നുണ്ടേ വാ, ഇല്ല ഞാൻ പോന്നു. നിക്കടാ, വല്ലവരും ഒരുങ്ങി പോകുന്നതിന് ഓൻ്റെ ഒരു കർവ്. അതെ അതെ, അന്നെ കാണാൻ ഓരോരുത്തർ വഴിയിൽ നിൽക്കല്ലേ കുരങ്ങി. ഇനിയും കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം? എടി പാത്തു, ബീക്കുട്ടി അങ്ങ് ഇറക്കി വിടെ. കുഞ്ഞാലി പോവാൻ നിക്കണ കണ്ടില്ലേ? നിക്കെന്റെ മോനെ, പെൺകുട്ടികളാകുമ്പോ കുറച്ച് ചന്തം വരുത്തണ്ടേ? അതിപ്പോ എന്നും ഇവിക്കുതല്ലേ പണി. ഇനി ഓടിയാലേ ബസ് കിട്ടും. അതും പോയാ പിന്നെ ഇന്നത്തെ എന്റെ പ്രാക്ടിക്കലും വെള്ളത്തിലാവും. ഓക്കെന്താ, സയൻസ് എടുക്കുന്നവർക്കല്ലേ എന്റെ വിഷമം അറിയൂ. തല ചൂടാക്കണ്ട മോനെ, എന്തെല്ലാം കണ്ടുപിടിക്കാനുള്ളതാ. ബീക്കുട്ടി ബേം പോവാൻ നോക്ക്. അതും ഇതും പറഞ്ഞ് കുഞ്ഞാലിന്റെ ചൊട്ട് കൊള്ളണ്ട. ഈ ചെക്കനവിടെ പോയി കിടക്കുക. വെല്ലു പഠിക്കും. എന്താ ഇതും തൂക്കി പിടിച്ചോണ്ട് നടക്കുന്നേ? ഏടെങ്കിലും ഇരുന്ന് കഴിച്ചൂടെ? കുഞ്ഞാലിയെ കാണാനില്ല. ആര്? കുഞ്ഞാലി. തെന്നാലി രാമനോ? അയാൾ എവിടെയും കണ്ടില്ലല്ലോ. നിങ്ങൾ കണ്ടോ ഈ കുട്ടിയുടെ തെന്നാലി അല്ല കുഞ്ഞാലി രാമനെ? ഓ, കളിയാക്കാൻ കണ്ട ഒരു നേരം. ആ വോട്ട് കൊണ്ട് കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. എടാ കുഞ്ഞാലി, നീ ഏടെയാണ് ഇത്ര നേരം? നോക്കി നടന്ന് മടുത്തു. നീ ചതിക്കല്ലേ, ഞങ്ങൾ ഇപ്പൊ വരാം. ഒരുത്തന്റെ ഓട്ടോ കൂടെ പിടിക്കാനുണ്ട്. അതൊക്കെ ഊണ് കഴിഞ്ഞിട്ട്. എനിക്കാണ് വിശന്നിട്ട് വയ്യ. വാ, വന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് പറയും പട്നിയായിരുന്നല്ലോ. ഒരു ആക്രാന്തക്കാരി. അതൊന്നും പറ്റൂല, നീ പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കണം. പൂക്കുഞ്ഞെ ഞാൻ